കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ തലസ്ഥാനത്ത് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷാ സമയം അവസാനിച്ചിട്ടും പ്രതിഷേധം തുടരുകയാണ് CJP. ദില്ലി ജന്തർ മന്ദറിൽ പ്രതിഷേധം തുടരുന്നു. പ്രതിഷേധത്തിന് അനുമതിയില്ലെന്നും ജന്തർ മന്ദർ ഉടൻ ഒഴിയണമെന്നും പോലീസിന്റെ നിർദ്ദേശം. ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂർ കൂടി ചേരുകയാണ്. വിഷ്ണു, എന്താണ് CJP പറയുന്നത്? പോലീസ് അവസാന മുന്നറിയിപ്പ്, കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ജന്തർ മന്ദർ ഒഴിയണമെന്ന്. ഇപ്പോഴും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ് മുഖ്യ ആവശ്യമായി CJP ഉന്നയിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് CJP ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ CJPയുടെ പ്രതിഷേധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ CJP സ്ഥാപകൻ അഭിജിത്ത് ദീപിക ഉൾപ്പെടെയുള്ളവരുണ്ട്. അതോടൊപ്പം പ്രതിഷേധത്തിന് പിന്തുണ നൽകിക്കൊണ്ട് SFI ഉണ്ട്, KYS ഉണ്ട്, ISA ഉണ്ട്. അത്തരത്തിൽ ഇടത് സംഘടനകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ട് ഒരു വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഒരു പിന്തുണ ഇടത് സംഘടനകൾ എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ നൽകുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ നടത്തുകയാണ്. അല്പം മുന്നേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു മുന്നറിയിപ്പ് വന്നിരുന്നു. അതായത് ഈ ജന്തർ മന്ദറിൽ 5 മണി വരെ മാത്രമാണ് പ്രതിഷേധിക്കാനൊരു അനുമതി സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. അപ്പോൾ 5 മണി കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ ജന്തർ മന്ദറിൽ പ്രതിഷേധം മതിയാക്കി എത്രയും പെട്ടെന്ന് ഒഴിയണമെന്ന നിർദ്ദേശമാണ് അല്പം മുന്നേ പോലീസ് നൽകിയത്. അതോടൊപ്പം ഇവിടുത്തെ മൈക്ക് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. 5 മണിയായപ്പോൾ തന്നെ മൈക്ക് കട്ട് ചെയ്യുന്ന ഒരു നടപടി കൂടി എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം ഈ ഒരു സാഹചര്യ സമയമായപ്പോഴേക്കും ഇവിടെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വലിയൊരു പോലീസ് സന്നാഹവും കേന്ദ്രസേനയുടെ ഒക്കെ സന്നാഹം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഇതിനകത്തുള്ള ഈ ജന്തർ മന്ദറിൽ ഈ പ്രതിഷേധ ഭാഗത്ത് വളരെ ചുരുങ്ങിയ പോലീസുകാർ മാത്രമാണ് ഇന്ന് വിന്യസിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പ്രതിഷേധ സ്ഥലത്തിൻ്റെ പുറത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, സന്നാഹങ്ങൾ, നിരവധി വാഹനങ്ങളൊക്കെ തന്നെ പോലീസ് ക്രമീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നും ഒരു നടപടി ഉണ്ടാകുമോ എന്നത് വളരെ പോലീസിൻ്റെ നടപടി എന്താകുമെന്നതും വളരെ ശ്രദ്ധയോടെ എല്ലാവരും നോക്കുന്ന ഒരു വിഷയം കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകാത്തതിൻ്റെ പ്രധാന കാരണം ഇന്ന് ഈ നീറ്റ് എക്സാം നടക്കുന്നൊരു സാഹചര്യമായതുകൊണ്ടാണ്. ഇത് വിദ്യാർത്ഥി പ്രതിഷേധമായതുകൊണ്ട് തന്നെ ആ നീറ്റിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി കഴിഞ്ഞാൽ അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നീറ്റ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകാതിരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നീറ്റ് പരീക്ഷ കഴിഞ്ഞ സാഹചര്യത്തിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നതാണ് നമ്മളെല്ലാവരും നോക്കി നിൽക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ പാത്രം കൊട്ടിയുള്ള പ്രതിഷേധമാണ്. പണ്ട് കോവിഡിൻ്റെ സമയത്ത്, കൊറോണയുടെ സമയത്ത് പ്രധാനമന്ത്രിയൊക്കെ ആഹ്വാനം ചെയ്തത് ഇത്തരത്തിൽ പാത്രം കൊട്ടിയാൽ വൈറസ് പോകുമെന്ന ആഹ്വാനമുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രതീകാത്മകമായിട്ടാണ് ഗോ പ്രധാൻ ഗോ എന്ന് പറഞ്ഞുകൊണ്ട് പാത്രം കൊട്ടിയുള്ള പ്രതിഷേധം ഈ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 100 കണക്കിന് ആളുകൾ ഇപ്പോഴും ഈ സമയത്തും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ തന്നെയുണ്ട്. ഇന്നലെ രാത്രിയിലും ഇവിടെ തന്നെ ജന്തർ മന്ദറിൽ തന്നെയാണ് കഴിഞ്ഞത്. അപ്പോൾ ഇന്നും സമരം അതിശക്തമായി തുടരും. ഇവിടെ നിന്ന് ആരും പിരിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് CJP പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നീറ്റ് പുനഃപരീക്ഷ അവസാനിച്ചിട്ടും പ്രതിഷേധം തുടരുകയാണ്. CJPയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും വലിയ അർത്ഥത്തിൽ ഒരു പ്രതിഷേധം, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ സമരം തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ CJPയും ഇടത് വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നു. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.